ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യു ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത് വെച്ചതൊന്നും അല്ല. പിന്നെ 3 പീസ് വെല്ലം, പിന്നെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നട്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറുപയറൊന്ന് വേവിക്കാം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. എൻ്റെ കുക്കറിൽ ഒരു 3 വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ ചെറുപയർ വേവും. നിങ്ങളുടേത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയും വിസിലടിച്ചിട്ട് വേവിക്കുക. അപ്പോൾ തന്നെ നമുക്ക് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ വെള്ളവും ഇവിടെ ഒരു പാനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായി മെൽറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുപയറും ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം മിക്സ് ഒന്ന് ചെറുപയറിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കണം. അപ്പോഴേ ചെറുപയറിൽ നന്നായി വെള്ളം ഒന്ന് മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിവിടെ അരിച്ചിട്ടാണ്, നമുക്കൊന്ന് സ്ട്രെയിനറിൽ വെച്ചിട്ട് അരിച്ചിട്ട് എടുക്കണം വെള്ളം. കാരണം വെള്ളത്തിൽ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം മിക്സ് ഇതിലൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി ഒരു വിസിലടിക്കുന്നത് വരെ കുക്കറിലൊന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ ഇത് നന്നായി ചെറുപയറും വെള്ളവും മിക്സ് ആയിട്ട് വരും. ആ ടൈമിൽ നമുക്ക് നേരത്തെ എടുത്ത അരിപ്പൊടിയിൽ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഇത് നമ്മുടെ പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പായസത്തിന് നന്നായുള്ളൊരു കട്ടിയാവും കിട്ടും. അപ്പോൾ ഇപ്പോൾ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുപയർ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കാഷ്യൂ ഒന്ന് ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടാം. എൻ്റെ അടുത്ത് ഇപ്പോൾ തേങ്ങാക്കൊത്തില്ല. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച ചെറുപയർ ഇതിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ചെറുപയർ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരിപ്പൊടി മിക്സ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാലും കൂടി ചേർത്ത് വേവിക്കാം. തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ മടിയുള്ള ദിവസം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. പാല് പിരിഞ്ഞു പോകുന്നൊന്നുമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഈ പായസം. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ മിക്സ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് ഒന്നുകൂടി നന്നായി തിളപ്പിച്ചെടുക്കാം. വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് പായസം കുടിക്കണമൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാം. ചെറുപയർ പൊടിക്കുകയോ പരിപ്പെടുക്കുകയോ ഒന്നും വേണ്ടല്ലോ. ചെറുപയറൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. പാലും ഉണ്ടാവും, പിന്നെ വെല്ലവും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് പാല്. അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ നട്ട്സ് ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ കുടിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.